വേറിട്ട കഥാപാത്രങ്ങളുമായി മമ്മൂട്ടി വീണ്ടും. കളങ്കാവലിന് മികച്ച ബുക്കിംഗ്. സമീപകാലത്ത് തിരഞ്ഞെടുത്ത വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച നടനാണ് മമ്മൂട്ടി. നായകനോ വില്ലനോ എന്ന് വേർതിരിവില്ലാതെ ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ രാജ്യമെമ്പാടുമുള്ള അഭിനേതാക്കളും പ്രേക്ഷകരും അഭിനന്ദിക്കാറുണ്ട്. അത്തരത്തിൽ മമ്മൂട്ടി വീണ്ടും വേറിട്ട ഒരു കഥാപാത്രവുമായി എത്തുകയാണ് കളങ്കാവിലൂടെ. ഇന്നലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ ചിത്രത്തിന് മികച്ച വരവേൽപ്പാണ് ലഭിക്കുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. മമ്മൂട്ടി ചിത്രം കളങ്കാവലിന് അഡ്വാൻസ് ബുക്കിംഗിൽ ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി ചിത്രം 75 ലക്ഷം സ്വന്തമാക്കി. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് 2 ലക്ഷവും വിദേശ മാർക്കറ്റിൽ നിന്ന് 25 ലക്ഷവും ചിത്രം മുൻകൂർ ബുക്കിങ്ങിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആഗോള ബുക്കിംഗ് ഓഫീസിൽ നിന്ന് കളങ്കാവൽ ആകെ 1,05,00,000 അഡ്വാൻസായി നേടിയിരിക്കുന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദുൽഖർ സൽമാൻ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥയൊരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണിത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് വേഫറർ ഫിലിംസ് ആണ്. ട്രേഡ് അനലിസ്റ്റായ സൗത്ത് വുഡ് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചിത്രത്തിന് ആകെ 2 മണിക്കൂറും 19 മിനിറ്റും 3 സെക്കൻഡുമാണ് ദൈർഘ്യം. ഇതിൽ ആദ്യ പകുതി 58 മിനിറ്റും 34 സെക്കൻഡും, രണ്ടാം പകുതി 1 മണിക്കൂറും 20 മിനിറ്റും 29 സെക്കൻഡുമാണ്.